PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSCB ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ നിന്നുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിംഗ് റൂൾസ്, ജേണൽ, ലെഡ്ജർ ഇതൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ആൻ അക്കൗണ്ട് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ചസ് ഇൻ എ പർട്ടിക്കുലർ ഐറ്റം. ഒരു ട്രാൻസാക്ഷൻ്റെ ഫോർമൽ റെക്കോർഡിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്ന് പറയും, റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് അക്കൗണ്ട് മെയിനായിട്ടും 3 തരത്തിലാണുള്ളത്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലോ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ആദ്യത്തേത് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പേരിൽ, ഒരു വ്യക്തിയുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. ഉദാഹരണം ബാബൂസ് അക്കൗണ്ട്, റാംസ് അക്കൗണ്ട് ഇതൊക്കെ. രണ്ടാമത്തെ ടൈപ്പ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ഫേംസ്, കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേരിൽ, ഒരു ഫേമിൻ്റെ പേരിൽ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഓപ്പൺഡ് ഫോർ അൺപെയ്ഡ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓർ ഇൻകംസ്. എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, പ്രീപെയ്ഡ് റെൻറ്റ് ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി പോലെയുള്ള അൺപെയ്ഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓർ ഇൻകത്തിനെ കാണിക്കുന്ന അക്കൗണ്ടുകളാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഇനി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് റൂളാണ്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്ത ആളെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കൊടുത്തയാളെ ക്രെഡിറ്റ് ചെയ്യണം. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിംഗ് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്യാഷ് ഒരാൾക്ക് കൊടുത്തുവെങ്കിൽ ക്യാഷ് കിട്ടിയ ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുത്ത ആളെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. These are the accounts of assets and properties. In every business, separate accounts are maintained for different asset. ഓരോ അസറ്റിനും ഓരോ അക്കൗണ്ട് വീതം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The assets are included in real account because they represent things of value owned by the business. അപ്പോൾ അസറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം റിയൽ അക്കൗണ്ടിന് ഉദാഹരണങ്ങളാണ്. റിയൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിംഗ് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മൾ പറഞ്ഞു അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുത്തിട്ടായിരിക്കും അസറ്റ് വാങ്ങിയിട്ടുണ്ടാവുക, അപ്പം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മൂന്നാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ്, ഇൻകം, ഗെയിൻസ് ആൻഡ് ലോസസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നോമിനൽ അക്കൗണ്ടിലാണ്. എക്സ്പെൻസസ്, ഇൻകം, ഗെയിൻസ് ആൻഡ് ലോസസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട്. In a business, there are different types of expenses, income, gain and losses. All these accounts are grouped under nominal accounts. Thus, nominal account stands for accounts of expenses, incomes, gains and losses. ഉദാഹരണമാണ് സാലറി പെയ്ഡ്,
അക്കൗണ്ട് കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, അതായത് എല്ലാ എക്സ്പെൻസസും എല്ലാ ഇൻകവും നോമിനൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നോമിനൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിംഗ് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ബിസിനസ്സിന് വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ചെലവുകളും ഡെബിറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ ഇൻകംസ് അതുപോലെ ഗെയിൻസ് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചു. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഈ 3 എണ്ണത്തിൽ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ടിനെ കോമൺ ആയിട്ട് ഇംപേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഓഫ് 3 ക്ലാസിഫിക്കേഷൻസ്, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ കോമൺലി നോൺ ആസ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്. ഈ 3 അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. അടുത്തത് ജേണൽ. ജേണൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ബുക്ക് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെയർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ക്രൊണോളജിക്കലി. ക്രൊണോളജിക്കലായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ്, പ്രൈമറി ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ ഈസ് എ ക്രൊണോളജിക്കൽ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് കോളം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേണലൈസിംഗ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിംഗ്. ജേണലിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേണലൈസിംഗ് എന്ന് പറയുന്നു. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിംഗ്. The transactions are recorded in the journal. A record of transactions in the journal is called journal entry. ജേണലിൽ റെക്കോർഡ് ചെയ്ത ഒരു ട്രാൻസാക്ഷനെ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. എ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണൽ എൻട്രി. 2 തരത്തിലുള്ള ജേണൽ എൻട്രീസ് ഉണ്ട്. സിമ്പിൾ ജേണൽ എൻട്രി ആൻഡ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. സിമ്പിൾ ജേണൽ എൻട്രി എന്ന് വെച്ചാൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും ഉണ്ടായിരിക്കും. സിമ്പിൾ ജേണൽ എൻട്രി 2 അക്കൗണ്ടുകളെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, സാലറി പെയ്ഡ് ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അതൊരു സിമ്പിൾ ജേണൽ എൻട്രി ആണ്. സാലറീനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ 2 അക്കൗണ്ടുകളെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ സാലറിയും റെൻറ്റും കൊടുത്തു, ഇത്ര ക്യാഷ്, അങ്ങനെ ഒരു ഉദാഹരണമാണെങ്കിൽ സാലറി അക്കൗണ്ട് 50,000 എടുക്കാം, റെൻ്റ് അക്കൗണ്ട് 50,000, ടു ക്യാഷ് 1 lakh. ഇതാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത്തരം ജേണൽ എൻട്രീസിനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഇൻ ജേണലൈസിങ്. ജേണലൈസ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ്. ആദ്യം ട്രാൻസാക്ഷനെ ഡിറ്റർമൈൻ ചെയ്യണം. ഡിറ്റർമൈൻ ദ 2 അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട 2 അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഏതാണെന്നുള്ളത് ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. രണ്ടാമത്തത് ക്ലാസിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ടു അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻകംസ്. അസറ്റാണോ ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണോ ഇൻകം ആണോ എന്നുള്ളത് രണ്ടാമതായിട്ട് അത് ക്ലാസിഫൈ ചെയ്യണം. പിന്നെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾ അപ്ലൈ ചെയ്യണം. റെക്കോർഡ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, പർട്ടിക്കുലേഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് മെൻഷൻ ദ റെസ്പെക്റ്റീവ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് എഗെയിൻസ്റ്റ് ഈച്ച് ഐറ്റം. ഓരോ ഐറ്റത്തിൻ്റെയും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, അതുപോലെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് എല്ലാം രേഖപ്പെടുത്തണം. അതിനുശേഷം റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് വിത്തിൻ ദ ബ്രാക്കറ്റ്. സച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് ടേംഡ് ആസ് നരേഷൻ. ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കണം. അതിനെ നരേഷൻ എന്നാണ് പറയുക. അത് ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്രോ എ ലൈൻ അക്രോസ് ദ പർട്ടിക്കുലർ കോളം ടു ഡിവൈഡ് 1 ജേണൽ എൻട്രി ഫ്രം ദ അതർ. ഒരു ജേണൽ എൻട്രി കഴിഞ്ഞിട്ട് അടിയിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഡ്രോ എ ലൈൻ അക്രോസ് ദ പർട്ടിക്കുലർ കോളം ടു ഡിവൈഡ് 1 ജേണൽ എൻട്രി ഫ്രം ദ അതർ. ഒരു ജേണൽ എൻട്രിയിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻ ജേണലൈസിങ് എന്ന് പറയുന്നത്.
അടുത്തത് കാസ്റ്റിംഗ് ഓർ ടോട്ടലിംഗ്. ജേണലിലെ ഓരോ പേജിൻ്റെയും ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ടോട്ടൽ ചെയ്യുന്നതിനെയാണ് ടോട്ടലിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ടോട്ടലിംഗ് ദ എമൗണ്ട് ഇൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം ഓൺ ഈച്ച് പേജ് ഓഫ് എ ജേണൽ ഈസ് ടേംഡ് ആസ് കാസ്റ്റിംഗ് ഓർ ടോട്ടലിംഗ്. അടുത്തത് ലെഡ്ജർ. Ledger is a book where transactions of similar nature are grouped together in one place in the form of accounts. സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള സെറ്റ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജറിനെയാണ് കിങ് ഓഫ് ഓൾ ബുക്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബുക്ക് എന്നൊക്കെ പറയുന്നത്. കിങ് ഓഫ് ഓൾ ബുക്സ് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. പ്രിൻസിപ്പിൾ ബുക്ക് എന്ന് പറയുന്നതും ലെഡ്ജറാണ്. ലെഡ്ജർ ഈസ് എ ബുക്ക് കണ്ടെയ്നിങ് വേരിയസ് അക്കൗണ്ട്സ്. ഇൻ അതർ വേർഡ്സ് ലെഡ്ജർ ഈസ് എ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണെന്ന് പറഞ്ഞു. ജേണലാണ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്. ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രിയാണ് ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. The process of transferring the entries from the journal to the ledger is called posting. അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജേണലിൽ നിന്ന് ട്രാൻസാക്ഷൻസിനെ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. The process of transferring the entries from the journal to the ledger is called posting. Classification takes place in ledger accounts. ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ലെഡ്ജറിലാണ്. It has numbered pages. Each page is called a folio and the number in it is a folio number. It is written in top right hand corner of the page and is useful for reference purpose. ഈ പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ടേക്ക് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഓപ്പൺ നെസസറി അക്കൗണ്ട്സ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എടുക്കുക. ഓൾ ട്രാൻസാക്ഷൻസ് മസ്റ്റ് ബി പോസ്റ്റഡ് ഇൻ ദ ഓർഡർ ഓഫ് ഡേറ്റ്. ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്യുന്നത്. The date of the transaction must be entered in the date column. Date കോളത്തിൽ കാണിക്കണം. For debit aspect of the journal entry, posting should be made on its debit side, and for credit aspect of the entry, posting is done on its credit side. ഡെബിറ്റ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യണം. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മെഷീനറി ക്യാഷ് കൊടുത്ത് വാങ്ങി. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മെഷീനറി വന്നു, ക്യാഷ് പോയി. മെഷീനറിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ ഒരു എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പം മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ മെഷീനറി എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് കാണിക്കുക. അപ്പം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും രണ്ട് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഡെബിറ്റ് ഒരു അക്കൗണ്ടിലും ക്രെഡിറ്റ് വേറെ അക്കൗണ്ടിലാണ് പോകുന്നത്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് ഒരു ഡെബിറ്റ് എൻട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് എൻട്രിയും കൊടുക്കണം. ഇതാണ് പോസ്റ്റിംഗ്. ഇങ്ങനെ പോസ്റ്റിംഗ് നടത്തിയിട്ടുള്ള സെറ്റ് ഓഫ് അക്കൗണ്ട്സിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ആ പ്രോസസ്സിനെ ബാലൻസിങ് എന്നാണ് പറയുന്നത്. അതായത് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് ആ പ്രോസസ്സിനെ ബാലൻസിങ് എന്ന് പറയുന്നു. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് ബാലൻസിങ്. ബാലൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽസ് ഓഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ആ ബാലൻസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിനെ ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയുക. If the debit side total is bigger than credit side total, then it is called a debit balance. ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ്, ആ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയും. If the credit side total is bigger than debit side total, then it is called a credit balance. If both side total are equal by themselves, then we do not balance the ledger as it is already balanced and there is no balancing figure.
അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അസറ്റിൻ്റെ അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ എക്സ്പെൻസസിൻ്റെ അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ലയബിലിറ്റി, ഇൻകം പോലെയുള്ള അക്കൗണ്ടുകൾ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ബാലൻസസ് ഓഫ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ടു ബി ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയേഴ്സ്. റിയൽ അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആകും. അത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ ക്യാരിഡ് ഫോർവേഡ് ചെയ്യും. നോമിനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാറില്ല, അത് ടോട്ടലാണ് ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ ടോട്ടൽ ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ ടോട്ടൽ ട്രാൻസ്ഫർ ആവുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. റിയൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. എന്നാൽ പേഴ്സണൽ അക്കൗണ്ടിൽ ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ഓഫ് ദ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് ഇറ്റ് ഈസ് ആൻ അസറ്റ്. ഒരു പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ അസറ്റാണ്, അവരിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ട് എന്നാണ് അർത്ഥം. The credit balance of personal account indicates the amount due to that person and it is a liability. ക്രെഡിറ്റ് ബാലൻസ് ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ബിസിനസ് ക്യാഷ് കൊടുക്കാനുണ്ട് എന്നാണ് അർത്ഥം, അത് ലയബിലിറ്റിയാണ്. ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സൺട്രി ഡെറ്റേഴ്സ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസിനെയാണ് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസിനെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അസറ്റാണ്, നമുക്ക് ക്യാഷ് കിട്ടാനുള്ളതാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, ക്യാഷ് കൊടുക്കാനുള്ളതാണ്. ഇനി പഠിക്കാനുള്ളത് സബ്സിഡിയറി ബുക്സ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.